മനുഷ്യരെ ദശാബ്ദങ്ങളായി, അല്ല നൂറ്റാണ്ടുകളായി നിതാന്ത ദുഃഖത്തിന്റെ ആഴങ്ങളിൽ ചുഴറ്റുന്ന രോഗപീഠകളിൽ ചിലതിനുള്ള സൊല്യൂഷൻ തേടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. എന്തിനും പരിഹാരമായി എറണാകുളം കലൂർ പാവക്കുളം അമ്പലത്തിനെതിർവശത്ത് ശ്രീകൃഷ്ണ സൈക്കോ തെറാപ്പി സെന്റർ പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി അതിപുരാതനമായ മാനസിക അപഗ്രഥന ചികിത്സയും ക്യാൻസർ രോഗത്തെ വേരോടെ പിഴുതെറിയുന്ന അർബുദ ചികിത്സയും കൊണ്ട് ആയിരങ്ങളെ പുതുജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന വിശ്വകരനാണ് ഡോക്ടർ എസ് കൃഷ്ണകുമാർ. നമസ്കാരം. മനുഷ്യനെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള ഫലപ്രദമായ ഹോമിയോ ചികിത്സയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. ഡോക്ടർ എസ് കൃഷ്ണകുമാർ നമ്മളോട് ആദ്യമായി സംസാരിക്കുന്നത് മാനവരാശിയെ ഇന്നും ഭയപ്പെടുത്തുന്ന ക്യാൻസർ രോഗത്തെക്കുറിച്ചാണ്. ക്യാൻസർ രോഗത്തെ ആഴത്തിൽ അപഗ്രഥിക്കുകയും തന്റെ ചികിത്സയിലൂടെ പരിപൂർണമായും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കയ്യൊപ്പുള്ള സ്റ്റെതസ്കോപ്പുമായി രോഗികളെ ചികിത്സിക്കുന്ന ഇദ്ദേഹം ഈ രോഗാണുവിനെ മനുഷ്യരാശിയിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു. അതായത് ഇപ്പോൾ 21ാം നൂറ്റാണ്ടിൽ മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ലോകത്തെമ്പാടും ഒരുപാട് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ക്യാൻസർ ആശുപത്രികളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നിരവധി തരം ചികിത്സകളുമൊക്കെ നൽകുന്നുണ്ട്. എങ്കിൽ പോലും ഇന്നുവരെ ആ ക്യാൻസർ എന്ന അസുഖത്തെ കില്ലർ ഡിസീസാണ്. അതിനെ ഇതുവരെ കൺട്രോൾ ചെയ്യുന്നതിന് അല്ലാതെ പൂർണ്ണമായും മാറ്റുന്നതിനോ പൂർണ്ണമായിട്ട് നമുക്ക് അതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതിനോ സാധിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യം. നിയന്ത്രണത്തിന് വിധേയമാകാതെ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ കോശങ്ങൾ പെരുകുകയും അത് കണ്ടമാനം വർദ്ധിച്ചൊരു പ്രോലിഫറേറ്റീവ് സ്റ്റേജിലോട്ട് പോവുകയും ഇതിനെ കൺട്രോൾ ചെയ്യുന്ന TSG എന്ന് പറയുന്ന ഒരു പ്രത്യേകത ജീനുകളുണ്ട്. ട്യൂമർ സപ്രസർ ജീൻസ് എന്നാണ് അതിൽ പറയുന്നത്. ട്യൂമർ പ്രധാനമായിട്ടും രണ്ട് വിധത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ബിനൈൻ ട്യൂമർ എന്നും രണ്ട് മാലിഗ്നന്റ് ട്യൂമർ അഥവാ ക്യാൻസർ ട്യൂമർ എന്നും പറയുന്നു. അതായത് ഈ ബിനൈൻ ട്യൂമറുകളിൽ അത് ട്യൂമറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുവെങ്കിലും കാർസിനോമാറ്റസ് ആകാത്തത് കൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടാക്കാറില്ല. അതേസമയം ഇത് ക്യാൻസർ ട്യൂമറിൽ കാർസിനോജനിക് ആകുന്നത് കൊണ്ട് മറ്റു പല ഉപദ്രവങ്ങളും മെറ്റാസ്റ്റാറ്റിക് ചേഞ്ച് അങ്ങനെയുള്ള പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡിങ് കാര്യങ്ങളെല്ലാം ഈ ക്യാൻസർ ട്യൂമറിൽ സംഭവിക്കുന്നുണ്ട്. ക്യാൻസർ ട്യൂമറിൽ ഇതിനകത്തുള്ള ഈ TSGയുടെ ഈ പ്രഭാവം പോകുന്നത് കൊണ്ട് അത് ക്രോമസോമുകളിലും ജീനുകളിലും പലതരം പ്രശ്നങ്ങളുണ്ടാക്കുകയും ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് മെറ്റാസ്റ്റാറ്റിക് ചേഞ്ചസ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അത് പല വിധത്തിൽ കാണുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് രക്തത്തിൽ കൂടി തന്നെയുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെ ആണ് ഒന്ന് ബ്ലഡ് സ്പ്രെഡ് എന്ന് പറയും. ഒന്ന് സെൽ ടു സെൽ സ്പ്രെഡ്. ഒരു കോശങ്ങൾ ക്യാൻസർ ബാധിച്ചിട്ടുള്ള ഒരു കോശം ഉണ്ടെങ്കിൽ ആ കോശത്തിൽ നിന്നും അത് മറ്റൊരു കോശത്തിലേക്ക് പെട്ടെന്ന് ക്യാൻസർ ബാധിക്കാം. അങ്ങനെ ഓരോ കോശങ്ങളിലായിട്ട് വ്യാപിച്ച് പോകുന്ന ഒരുതരം സ്പ്രെഡ്. മൂന്നാമതായിട്ട് ലിംഫ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ലിംഫ് ഗ്രന്ഥികളിലൂടെ ഒരു ഭാഗത്തു നിന്നും വേറൊരു ഭാഗത്തിലേക്ക്, അത് വളരെ ദൂരത്തുള്ള ഭാഗങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് സ്റ്റൊമക്കിലാണ് ക്യാൻസർ വരുന്നെങ്കിൽ വിർച്ചോസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന വേറൊരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് ചിലപ്പോൾ വീർത്തിട്ട് ആ ഭാഗത്തേക്ക് വരും. അത് ഈ രീതിയിലുള്ള ലോങ് ആയിട്ടുള്ള വളരെ വിദൂരത്തിലായിരിക്കും. ഇപ്പോൾ ലിവറിനാണ് ക്യാൻസർ വരുന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഭാഗത്ത് വളരെ ലോങ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ അത് സ്പ്രെഡ് ചെയ്തു എന്നും വരാം. ക്യാൻസർ ഉണ്ടാക്കുന്ന ചില വസ്തുക്കൾ നമ്മളുടെ ചുറ്റുപാടും തന്നെ കാണുന്നുണ്ട്. ഇത്തരം വസ്തുക്കളെ കാർസിനോജൻ എന്നാണ് പറയുന്നത്. കാർസിനോജനിക്കായിട്ടുള്ള വസ്തുക്കളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് അർത്ഥം. ഉദാഹരണത്തിന് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ, ആ സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് വായുടെ ഉൾഭാഗം, തൊണ്ട, ലങ്സ് ഈ ഭാഗങ്ങളിലുള്ള കോശങ്ങളിൽ അതൊരു തരം ഇറിറ്റേഷൻ, അതായത് ഇറിറ്റേഷൻ ആൻഡ് ഫ്രിക്ഷൻ ലീഡ്സ് ടു മാലിഗ്നൻസി എന്നാണ് പറയുന്നത്. അത് ഉദ്ദീപനം ഉണ്ടാക്കുക. കോശങ്ങളിൽ ഉദ്ദീപനം ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള DNA മോളിക്യൂൾസ് അതിൻ്റെ പ്രഭാവം നശിച്ചു പോവുകയും TSG എന്ന് പറയുന്ന ട്യൂമർ സപ്രസർ ജീൻസിൻ്റെ പ്രഭാവം നശിച്ചു പോവുകയും അതുവഴി കോശങ്ങൾ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ക്യാൻസറസ് ആയി വരികയും ചെയ്യാം. അത് ഒരു ഉദാഹരണം മാത്രമാണ്. രണ്ടാമതായിട്ട് വെറ്റില മുറുക്കുന്ന ആളുകളിലും ഇതേപരി തന്നെ ഉണ്ടാകുന്നുണ്ട്. വായിലെ ക്യാൻസർ വെറ്റില മുറുക്കുകാരിൽ വളരെ കൂടുതലാണ്. പിന്നെ ബെൻസിൻ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചില രാസവസ്തുക്കൾ മുഖാന്തരം ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഈ സിറ്റിയിലൂടെയൊക്കെ നടന്നു കഴിയുമ്പോൾ തന്നെ അന്തരീക്ഷ മലിനീകരണം വലിയൊരു പ്രശ്നമാണ്. ഈ അന്തരീക്ഷ മലിനീകരണത്തിൽ
അതായത് കാർബൺ മോണോക്സൈഡ്, മറ്റുള്ള നോക്ഷ്യസ് ഗ്യാസുകളെല്ലാം സിറ്റിയിലും പട്ടണങ്ങളിലുമൊക്കെ മുഴുവനായിട്ട് ഈ വാഹനങ്ങൾ പോകുമ്പോഴത്തേക്ക് വാഹനങ്ങളിൽ നിന്ന് ബഹിർഗമിക്കുന്ന വാതകങ്ങൾ ഇതെല്ലാം ശ്വസിക്കുന്നത് മൂലം ധാരാളം കാർസിനോജനിക്കായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതുകൊണ്ടും നമുക്ക് ഇത്തരം സംഗതികൾ ഉണ്ടാകാം. പിന്നെ ഈ ഫാക്ടറികളിൽ നിന്നും ഉണ്ടാകുന്ന ധാരാളം ബഹിർഗമിക്കുന്ന ധാരാളം മലിനവസ്തുക്കൾ ഇത് കാർസിനോജനിക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഇത് വലിയൊരു പ്രധാന കാരണം ആണ്. ഇതിന് വലിയൊരു റോള് തന്നെയുണ്ട്. ഫ്രീ റാഡിക്കൽസ് ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അതായത് ഫാസ്റ്റ് ഫുഡ്. ഈ ഫാസ്റ്റ് ഫുഡിൽ ഇതിങ്ങനെ കഴിക്കുന്നത് മൂലം കോളൻ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ അങ്ങനെയുള്ള സംഗതികൾ ധാരാളമായിട്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത്തരം വസ്തുക്കളും മലിനജലം, മലിനമായ വായു നമ്മളുടെ പ്രകൃതിയിൽ തന്നെ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മോഡേൺ ലൈഫ്, ആധുനികമായിട്ടുള്ള ജീവിതം തന്നെയാണ് ക്യാൻസറിന് ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കുന്നത്. കൂടാതെ തന്നെ സ്ട്രെസ്സ്, സ്ട്രെയിന്, മെൻ്റലായിട്ടുള്ള മാനസികമായ സംഘർഷങ്ങൾ ഇതെല്ലാം നമ്മുടെ ക്രോമസോമിൻസിലുള്ള ജീൻസുകളെ വളരെയധികം ബാധിക്കുകയും അതിന് ഒരു ക്യാൻസർ ആയിത്തീരുന്നുള്ള വൾണറബിലിറ്റി ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ സൂചിപ്പിക്കുന്നു. ഇത് കൂടാതെ തന്നെ പുതിയ ചില HPV വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരുതരം വൈറസിനെ കുറിച്ചും ശാസ്ത്രജ്ഞന്മാർ ഈയിടെ പറയുകയുണ്ടായി ക്യാൻസറിൻ്റെ കാരണമായിട്ട്. സ്ത്രീകളിൽ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, അതായത് സെർവൈക്കൽ കാർസിനോമ എന്ന് പറയുന്ന രോഗത്തിൽ HPV വൈറസ് 16, 18 എന്ന് പറയുന്ന ചില ജീൻസുകളും വൈറസുകളും ഒക്കെ ഇതിനെ കാരണമാക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. എല്ലാ ടൈപ്പ് ക്യാൻസറുകൾക്കും ഹോമിയോപ്പതിയിൽ വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകുവാൻ സാധിക്കും. മിക്കവാറും നമ്മുടെ ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ, ഞാനിപ്പോൾ 28 വർഷമായി, 28 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടുവരുന്നത് കൂടുതലായിട്ടും മേജർ ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചതിന് ശേഷം കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വല്ലാത്ത കണ്ടീഷൻസിൽ, അതായത് അവരുടെ വൈറ്റാലിറ്റി കംപ്ലീറ്റ് നശിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരവസ്ഥയിലാണ് അവസാനമായിട്ടാണ് ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. എന്നാൽ ഈ റേഡിയേഷനും കീമോതെറാപ്പിയും ചെയ്യാതെ വരുന്ന കേസുകളിൽ ഒരു 90% നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ചെയ്ത് മാറ്റി എടുക്കാൻ സാധിക്കുമെന്ന് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ നിരവധി ഫയലുകളുണ്ട്, പല ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടുള്ള കേസുകൾ, അതെല്ലാം നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട്. നിരവധി കേസുകൾ ഇതുപോലെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പൂർണ്ണമായും സുഖപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടും യാതൊരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും സുഖമായി ജീവിക്കുന്ന ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും, പ്രായം ചെന്നവരാണ്. ഒരു 60, 65 വയസ്സ്, 45 വയസ്സ് വരെ മേലോട്ടുള്ള പല ആളുകളും ഇപ്പോഴും സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു. ഇത്തരം കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് സപ്രസീവ് തെറാപ്പി ആയിട്ടുള്ള ഈ കീമോതെറാപ്പിയും റേഡിയേഷനും ചെയ്തില്ല എങ്കിൽ ഹോമിയോപ്പതി ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഒരു 90% വിജയസാധ്യത കാണുന്നുണ്ട്. ഇനി അത് അത്തരം കേസുകൾ ചികിത്സിച്ചതിന് ശേഷം വരുന്ന രോഗികളാണെങ്കിൽ പോലും ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ വേദനയാണെങ്കിൽ വേദന വളരെ കുറയ്ക്കുന്നതിനും, ഇപ്പോൾ പെയിൻ കില്ലേഴ്സ് അധികമൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. അത്തരം കേസുകളിലാണെങ്കിലും നമ്മൾ ഈ വേദന സംഹാരി കൊടുക്കാതെ ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വേദനകൾ വളരെയധികം കുറയുന്നതിനും സുഖമായിട്ട് കുറച്ചധികം നാളുകൾ കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ ജീവിതം കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനുമൊക്കെ സാധിക്കുന്നതായിട്ട് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിതാ രക്ഷതി കൗമാരെ ഭർത്തൃരക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. മനുസ്മൃതികളുടെ അർത്ഥവിശകലനത്തിനല്ല, ശക്തിയും ബലഹീനതയും ഒരുപോലെ നിറഞ്ഞതാണ് സ്ത്രീ ശരീരത്തിന്റെ ദൈവനിർമ്മിതി. സൃഷ്ടിയെ സാക്ഷാത്കരിക്കുന്നവൾ എന്നതിനാൽ ആ ദൈവനീതി ഒരു നിയോഗം തന്നെയാണ്, സൃഷ്ടിയുടെ നിയോഗം. സാധാരണയായി സ്ത്രീകളിൽ കണ്ടുവരുന്ന രോഗങ്ങൾ ആർത്തവ സമയത്തുണ്ടാകുന്ന ശക്തമായ വേദന അഥവാ ഡിസ്മെനോറിയ എന്ന് നമ്മളിതിനെ പറയുന്നു. രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് ഗർഭാശയ മുഴകൾ. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗർഭപാത്രം പുറത്തേക്ക് തള്ളുക, പ്രൊസിഡൻഷ്യ അഥവാ യൂട്രസ് പ്രൊലാപ്സ്. നാലാമത്തത് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി. ഇതിൽ ഡിസ്മെനോറിയയെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാം. ഡിസ്മെനോറിയ പ്രധാനമായും 2 കാരണങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഗർഭപാത്രത്തിൽ നിന്നും ഉണ്ടാകുന്ന വേദന, ഗർഭപാത്രത്തിൽ നിന്നല്ലാതെ പുറത്തുള്ള ഭാഗങ്ങളിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വേദന. ഇങ്ങനെ 2ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സാധാരണ സ്ത്രീകളിൽ, അതായത് കുട്ടികളിൽ ഒരു 14 വയസ്സ് കഴിയുമ്പോൾ അടിവയറ് വേദന ആർത്തവ സമയത്ത് ഉണ്ടാവാറുണ്ട്. അത് സാധാരണ ഏകദേശം ഒരു 8 വർഷം 10 വർഷം അവരുടെ വിവാഹത്തോടുകൂടി തന്നെയൊക്കെ അത് പൂർണ്ണമായിട്ടും നിലച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള വേദന ആ കുട്ടികൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മരുന്നുകളുണ്ട്. കഴിയുന്നതും പെയിൻ കില്ലർ കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും.
പെയിൻ കില്ലേഴ്സ് സാധാരണ രീതിയിൽ നമ്മുടെ കിഡ്നിയെയും ലിവറിനെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിന് ഹോമിയോപ്പതിയിൽ വളരെ നന്നായിട്ടുള്ള മരുന്നുകളുണ്ട്. അത് അവരുടെ സിംറ്റംസ് എല്ലാം പരിശോധിച്ചതിന് ശേഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വേദന പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റുന്നതിന് സാധിക്കും. എന്നാൽ തന്നെ ഈ ഡിസ്മെനോറിയ മറ്റു കാരണങ്ങളുണ്ടാകുന്ന ഡിസ്മെനോറിയ ഉണ്ട്. അതായത് യൂട്രൈൻ കോസ് അല്ലാതെ മറ്റു എക്സ്ട്രാ കോസുകൾ കൊണ്ട് ഉണ്ട്. അതായത് ഓവറിയിലെ സിസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള പ്രോബ്ലംസ് ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഓവേറിയൻ ടൈപ്പ് ഡിസ്മെനോറിയ ഉണ്ടാകാം. അത് ഓവേറിയൻ കോസ് ആയിരിക്കും, അണ്ഡാശയത്തിൽ നിന്നുണ്ടാകുന്ന തരത്തിലുള്ള വേദനയായിരിക്കും. അതിൻ്റേതായിട്ടുള്ള ചികിത്സകൾ കൊടുത്തെങ്കിൽ മാത്രമേ അതിന് മാറുകയുള്ളൂ. അതല്ലാതെ മെംബ്രേനിയസ് ഡിസ്മെനോറിയ എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഉണ്ട്. ആ മെംബ്രേനിയസ് ഡിസ്മെനോറിയ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന, ചില ഫാമിലിയിൽ മാത്രം കാണുന്ന രോഗമാണ്. എല്ലാവരിലും അത് ഉണ്ടാകാറില്ല. അത് അങ്ങനെയുള്ള കേസുകളിൽ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗമായിട്ടുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന ഭാഗം പീൽ ഓഫ് ചെയ്യുന്നതാണ് ഇതിൽ സംഭവിക്കുന്നത്. അതിനും വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. വേറൊരു ടൈപ്പ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ക്ലോട്ട് പാസ് ചെയ്യുക, അതായത് ആർത്തവ സമയത്ത് കട്ടയായിട്ടുള്ള രക്തം പോവുക. ആ കട്ടയായിട്ടുള്ള രക്തം പോകുന്ന സന്ദർഭങ്ങളിൽ ഗർഭപാത്രം കണ്ടമാനം സങ്കോചിക്കേണ്ടി വരുന്നു. ആ സങ്കോചനത്തിൻ്റെ ഫലമായിട്ട് അതിശക്തമായ നടുവേദനയും വയറുവേദനയും, ചിലപ്പോൾ അത് തുടകളിലേക്കൊക്കെ വേദന ഇറങ്ങി വരാം. അത്തരം വേദനകളാണ് അസോസിയേറ്റഡ് വിത്ത് ക്ലോട്ട്സ് എന്ന് പറയുന്നത്. അടുത്തതായി ഗർഭാശയമുഴകൾ. ഇതിനെ സാധാരണ രീതിയിൽ ഫൈബ്രോയിഡ്സ് എന്നാണ് പറയുന്നത്, യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയും. ഇത് സാധാരണയായി 35 വയസ്സിന് കഴിഞ്ഞിട്ടുള്ള മിക്കവാറും എല്ലാ സ്ത്രീകളിലും കണ്ടുവരുന്നൊരു അസുഖമാണ്. എന്നാൽ ഇത് ചെറുപ്പക്കാരികളിലും വിരളമല്ല. ചെറുപ്പക്കാരികൾക്കും ഈ അസുഖം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ വളരെ അപൂർവമാണെന്ന് മാത്രം. ഗർഭാശയമുഴകൾ വരുന്ന സ്ഥാനവും വലിപ്പവും അനുസരിച്ച് അതിൻ്റെ രോഗലക്ഷണങ്ങളിലും വ്യത്യാസം കണ്ടുവരാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ല, അതിൻ്റെ പല രീതികളെന്ന് പറയുന്നത്, ഒന്ന് സബ് സെറസ് ടൈപ്പ് ഉണ്ട്, സബ് മ്യൂക്കസ് ഉണ്ട്, ഇൻട്രാമ്യൂറൽ ഉണ്ട്. അത് ഓരോ സ്ഥാനങ്ങളുടെ അനുസരിച്ച് അതിൻ്റെ പേരുകൾക്ക് വ്യത്യാസം വരും. എന്നാൽ മുഴകൾ ഒന്നോ അതിലധികമോ ആയിട്ട് കണ്ടുവന്ന് വരാം. ചില സ്ത്രീകളിൽ ഒരു മുഴ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചിലർ അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ആയിരിക്കും, ഒന്നിലധികമായിരിക്കും. അപ്പോൾ അത് വരുന്ന സ്ഥാനം, അതിൻ്റെ വലിപ്പം, ഇതിനെയൊക്കെ ആശ്രയിച്ച് രോഗലക്ഷണങ്ങളിലും വ്യത്യാസം ഉണ്ടാകാം. ഉദാഹരണമായി വളരെയധികം വളർന്ന് വലുതായി നിൽക്കുന്ന ഗർഭാശയമുഴയാണെങ്കിൽ അത് ആ സ്ത്രീയുടെ യൂട്രസിൽ നിന്നും പുറത്തേക്ക് ഉള്ള മർദ്ദം കാരണം മൂത്രനാളിയിലോ അല്ലെങ്കിൽ മൂത്രാശയത്തിലോ വന്ന് തള്ളിയിട്ട് മൂത്രസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കൂടെ മൂത്രമൊഴിക്കുമ്പോൾ വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. മാത്രമല്ല ഇതിൻ്റെ ഭാരം കാരണം യൂട്രൈൻ ലിഗമെൻറ്റുകൾക്ക് വലിച്ചിലുണ്ടാകുകയും അത് നടുവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യാം. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ഒന്ന് അമെനോറിയയാണ്, അതായത് മെൻസസ് ഇല്ലാതെ ഇരിക്കുക. പ്രായം ചെന്ന സ്ത്രീകളിൽ ചിലപ്പോൾ പെട്ടെന്ന് അമെനോറിയൊക്കെ ഉണ്ടാകാം. അത് ചിലപ്പോൾ എൻഡോമെട്രൈറ്റിസോ എൻഡോമെട്രിയോസിസോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സോ ഒക്കെ കൊണ്ടുണ്ടാകാം. അത് നമ്മൾ പരിശോധിച്ച് നോക്കുകയും അതുപോലെ അൾട്രാസോണോഗ്രാഫി, CT സ്കാന് ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തി മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത്തരം രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സയാണ് ഹോമിയോപ്പതി നൽകുന്നത്. ഞാനിവിടെ തന്നെ 100 കണക്കിന് അല്ല 1000കണക്കിന് കേസുകൾ ചികിത്സിച്ച് സുഖപ്പെടുത്തിയതിൻ്റെ എല്ലാ റെക്കോർഡുകളും, അതായത് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നതിന് മുമ്പ് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് ആയിട്ട് വരുന്ന കേസുകൾ മിക്കവാറും വരുന്നത് പലതരം ആശുപത്രികളിൽ നിന്നായിരിക്കും. അത് സ്പെഷ്യലിസ്റ്റുകളും അതേപോലുള്ള ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് പരാജയപ്പെട്ട് അവസാനം അത് ഗർഭപാത്രം എടുത്തു കളയണം. അത് ഹിസ്റ്ററക്ടമി ഓപ്പറേഷനോ മയോമെക്ടമി ചെയ്യാറുണ്ട്. മിക്കവാറും കേസുകളിൽ ഹിസ്റ്ററക്ടമി ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്ററക്ടമി ചെയ്യണം എന്ന് പറയുമ്പോൾ രോഗി ഒരുപക്ഷെ അതിന് വില്ലിങ് അല്ലാതെ വരും. അപ്പോഴാണ് മറ്റ് ചികിത്സകൾ തേടിയിട്ട് അവർ വരുന്നത്. അത്തരം കേസുകളിൽ നമ്മൾ ചികിത്സിച്ച് സ്കാൻ റിപ്പോർട്ടും മറ്റുള്ള ഡീറ്റെയിൽസുമായിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വരാറുള്ളത്. അത് നമ്മൾ പരിശോധിച്ചതിന് ശേഷം അവർക്ക് മരുന്ന് കൊടുക്കുന്നു. മരുന്ന് കൊടുത്ത് ഏകദേശം ചെറിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ 3 മാസം 4 മാസം അങ്ങനെ ഏറ്റവും ഒരു 6 മാസം അതുകൊണ്ട് തീർത്തും പൂർണ്ണമായി മാറുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ. അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ബിഫോർ ട്രീറ്റ്മെൻറ്റും ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റും ഇതെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട്. ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഓവേറിയൻ സിസ്റ്റ്. ഓവേറിയൻ സിസ്റ്റ് ഉണ്ടാകുന്നത് മൂലം കഠിനമായിട്ടുള്ള വേദന ആർത്തവ സമയത്ത് ഇവർക്കുണ്ടാകുകയും രക്തം ക്ലോട്ടുകൾ കട്ടകട്ടയായി പോവുകയും ചെയ്യാം. ഇത് ഒരുപക്ഷെ ഓവേറിയൻ സിസ്റ്റിൻ്റെ ആരംഭ ലക്ഷണം ആയി നമുക്ക് കണക്കാക്കാം. അൾട്രാസോണോഗ്രാഫിക് സ്കാനിലൂടെയോ അല്ലെങ്കിൽ CT സ്കാനിലൂടെയോ നമുക്ക് രോഗം കൺഫേം ചെയ്യാൻ സാധിക്കും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതിയിൽ സർജറി ആവശ്യമില്ല. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും സിസ്റ്റ് മാറ്റുവാൻ സാധിക്കും. ചെറുപ്പക്കാരിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത് വന്ധ്യതയ്ക്ക് ഏറ്റവും വലിയൊരു കാരണമാണ്. കാരണം ഇതിപ്പോൾ
ഈ ഓവേറിയൻ സിസ്റ്റ് ഉള്ള കേസുകളിൽ നോർമലായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ആ രീതിയിൽ ഓവുലേഷൻ നടന്നില്ല എന്നും വരാം. പോളിസിസ്റ്റിക് ഓവറിയൊക്കെ വരുമ്പോൾ ചിലപ്പോഴത് ഓവുലേഷൻ കറക്റ്റ് അല്ലാതെ വരും. ഓവുലേഷൻ കറക്റ്റ് അല്ലാതെ വരുമ്പോഴത്തെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇതും ഒരു കാരണമായിട്ട്, അതായത് വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നു. നിരവധി ആശുപത്രികളിൽ ചികിത്സിച്ചതിന് ശേഷം ഇങ്ങനെ മൾട്ടിപ്പിൾ ഓവേറിയൻ സിസ്റ്റായിട്ടുള്ള കേസുകൾ ഇവിടെ വന്നതിന് ശേഷം അത് പൂർണ്ണമായിട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റി അതിനുശേഷം വന്ധ്യത, ആ രീതിയിലുള്ള വന്ധ്യത പരിഹരിക്കപ്പെടുകയും അവർ ഫെർട്ടൈൽ, അതായത് ഗർഭിണിയാകുകയും ചെയ്തിട്ടുള്ള നിരവധി കേസുകളുണ്ട്. വന്ധ്യത കാരണങ്ങളും കാര്യവും എന്താണെങ്കിലും അതൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. താലോലിക്കാനും സ്വപ്നം കാണാനും ഒന്നുമില്ലാതാകുന്ന അവസ്ഥ പലരും പ്രലോഭനങ്ങളുടെ ദന്തഗോപുരങ്ങളിലേക്ക് എടുത്തുയർത്തി സ്ഫടികപാത്രം പോലെ തകർത്ത് കളയുന്നത് സഹാനുഭൂതിയോടെ നോക്കിയെറിഞ്ഞ് തന്റെ മുമ്പിലെത്തുന്ന അനേകർക്ക് ദാമ്പത്യ സൗഭാഗ്യം നേടിക്കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് ചികിത്സാ വിജയ റിപ്പോർട്ടുകൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. വന്ധ്യത ഒരു അപരിഹാര്യമായ, താങ്ങാനാവാത്ത വണ്ണം ചെലവേറിയ ഒരു മഹാപ്രശ്നമല്ല. വന്ധ്യതാ ചികിത്സയിൽ ഹോമിയോപ്പതിക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ട്. വന്ധ്യത പല കാരണങ്ങളുണ്ടാകാം. പ്രധാനമായും ഇതിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പുരുഷന്റെ ഭാഗത്തു നിന്നുള്ള പുരുഷ വന്ധ്യത, രണ്ടാമത് സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള വന്ധ്യത. അതിലിപ്പോൾ പുരുഷന്റെ ഭാഗത്തു നിന്നുള്ള വന്ധ്യത എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇവർക്ക് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ ശുക്ലത്തിൽ ഇതിൻ്റെ അണുക്കൾ വളരെ കുറവായിരിക്കും, ബീജാണുക്കൾ വളരെ കുറവായിരിക്കും. അത് ടോട്ടൽ കൗണ്ട് എന്ന് പറയും. ആ ടോട്ടൽ കൗണ്ട് വളരെ കുറവായിട്ടുള്ള കേസുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാവും. അത് ഒരു കാരണമാകാം. ഇനി ചില ആളുകൾ അങ്ങനെയല്ല, അവർക്ക് കൗണ്ടൊക്കെ കറക്റ്റായിട്ട് വളരെയധികം ഉണ്ടാവും, എങ്കിൽ പോലും ആക്റ്റീവ് മോട്ടിലിറ്റി ഉണ്ടാവില്ല. അതായത് ആക്റ്റീവ് മോട്ടിലിറ്റി എന്ന് വെച്ചാൽ അണുക്കളുടെ ചലനം വലിയൊരു വിഷയമാണ് ഇതിനകത്ത്. അത് നന്നായിട്ട് ചലിക്കുന്ന അണുക്കൾക്ക് മാത്രമേ ഫ്യൂഷൻ ഓവറായിട്ട് ഫ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൊണ്ട് ആക്റ്റീവ് മോട്ടിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാലും പുരുഷവന്ധ്യതയ്ക്ക് ഒരു കാരണമാകാം. മൂന്നാമതായിട്ട് ഈ പുരുഷന്മാർക്ക് തന്നെ ചെറുപ്പത്തിൽ അവർ കുട്ടിക്കാലങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള മംസ് അഥവാ മുണ്ടിനീര്, ഈ മുണ്ടിനീര് സാധാരണ തൊണ്ടയിൽ ഇങ്ങനെ വരുമെങ്കിലും അത് ടെസ്റ്റിസിലോട്ടോ മറ്റു ഭാഗങ്ങളിലോട്ടോ ഒക്കെ ബാധിക്കാവുന്നതാണ്. ശരിയായിട്ടുള്ള ചികിത്സ എടുക്കാത്ത പക്ഷം അങ്ങനെ ബാധിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചില ജെർമിനൽ സെല്ലുകളുണ്ട് ടെസ്റ്റിസിനകത്ത് അകത്തുള്ളത്. ആ സെല്ലുകൾ ഡാമേജ് ആകുകയും അവർ വളർന്നു വലുതായി കഴിയുമ്പോൾ പൂർണ്ണമായൊരു പുരുഷനായി തീർന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ബീജ ഉൽപ്പാദനത്തിന് കഴിവ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യാം. നേരെ മറിച്ച് സ്ത്രീവന്ധ്യതയാണെങ്കിൽ അങ്ങനെയല്ല. അവർക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്ന്, യൂട്രസ് ഫൈബ്രോയിഡ് ഗർഭാശയ മുഴകൾ വന്ധ്യതയ്ക്ക് ഒരു കാരണമാണ്. രണ്ടാമതായിട്ടുണ്ടാകുന്നത് PCOD, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയും. ഈ മൾട്ടിപ്പിൾ സിസ്റ്റും മറ്റും ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഇതേപോലെ വന്ധ്യത ഒരു ഇതായിട്ട് കാണാറുണ്ട്. മൂന്നാമതായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അഭാവം മൂലം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളിൽ ഇതേപോലെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ അനലൈസ് ചെയ്ത് കേസ് വിശദമായി പഠിച്ചതിന് ശേഷം അവരുടെ രക്തപരിശോധനയിലൂടെ, അതായത് തൈറോയിഡ് ഹോർമോൺസിൻ്റെ T3, T4, TSH, അതുപോലെ അവരുടെ സ്ത്രീ ഹോർമോണുകളായിട്ടുള്ള പ്രൊലാക്റ്റിൻ, ലൂട്ടിനൈസിങ് ഹോർമോൺ, ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSH, ഇതെല്ലാം ശരിയായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ശരിയായി